Sorry. Last class we had discussed about handle pruning in the case of shift reduce faster, right? Right. Handle pruning അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, ഓർമ്മയില്ലേ? റിപ്ലൈ ഡിയേഴ്സ്. ഓർമ്മയില്ലേ അനക്ക, ദിൽന, മസ്ന, കാർത്തിക്? ഓക്കെ. സോ അപ്പോൾ ഹാൻഡിൽ എന്താ നമുക്കറിയാം. ഹാൻഡിൽ ഇസ് ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ ഇൻപുട്ട് സ്ട്രിംഗ്, റൈറ്റ്? And by considering the handle, we are going to reduce to a terminal symbol, right? To a non-terminal symbol of the left-hand side. Clear? Okay, Analotha? Sure. Now we will move on to the next topic, that is, in the case of shift reduce parser, which are the main operations present in the case of shift reduce parser? നിങ്ങൾ ആരും ഒന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് റിപ്ലൈ ചെയ്തേ. Which are the main operations present in the case of a shift reduce parser? പറയടാ നിതിൻ. നിതിൻ ബാബു. നിതിനില്ലേ ക്ലാസ്സില്? നേഹ. നേഹ ഇല്ല. ഹലോ. ആ പറയടാ, എന്തൊക്കെയാണ് മെയിൻ ഓപ്പറേഷൻസ് ഇൻ ദ കേസ് ഓഫ് എ ഷിഫ്റ്റ് റെഡ്യൂസ് പാസർ? ഷിഫ്റ്റ് റെഡ്യൂസ് ആക്സെപ്റ്റ് ചെയ്യും. ഷിഫ്റ്റ് റെഡ്യൂസ് ആക്സെപ്റ്റ് എറർ, അതന്നെ. ഷിഫ്റ്റ് റെഡ്യൂസ് ആക്സെപ്റ്റ്. ഓക്കെ, സോ in this operations, if you are given with a grammar, what we are going to do is like either you have to shift or you have to reduce, right? Shift means if there is no production is there to reduce, then we will do the shift operation. After shifting, if I found some of the symbols on the right hand side is matching on the left hand side symbol, then what we will do is like we will reduce that. Now, in the case of a normal shift reduce parser, the main problem with this is sometimes there will be conflict. What is mean by conflict? Like shift operation is there, reduce operation is there. So sometimes we will be confused which operation has to be done. Either has to do shift operation or we have to do the reduce operation. That is known as shift reduce conflict. Clear? Rather, sometimes if there are different operations present in the case of a parser, sometimes will be confused which operation has to be choose. Either to choose a shift operation or to choose a reduce operation. Clear? Okay, അപ്പോൾ അതിന് പറയുന്ന പേരാണ് കോൺഫ്ലിക്ട്സ് ഇൻ SR പാസിംഗ്. അപ്പോൾ നിങ്ങൾ ഹെഡിങ് എഴുതിക്കോ. കോൺഫ്ലിക്ട്സ് ഇൻ, ഇത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇത്. കോൺഫ്ലിക്ട്സ് ഇൻ ഷിഫ്റ്റ് റെഡ്യൂസ് പാസിംഗ്. ഏതോ ഹെഡിങ് എഴുതിയോ? ഒന്ന് പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യണേ. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ അടുത്ത നമുക്ക് ഇനി വരാൻ പോകുന്ന പ്രോബ്ലത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് പറയണത്. ഓക്കെ, മനസ്സിലായിട്ടില്ല ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ എഴുതാം. നോർമലി ഷിഫ്റ്റ് ആൻഡ് റെഡ്യൂസ് ഓപ്പറേഷനിലെ ഓപ്പറേഷൻസ് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഞാനിപ്പോൾ ഗ്രാമർ തരുവാണ്, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരുവാണ്, എഴുതിക്കോ, ക്വസ്റ്റ്യൻ എഴുതിക്കോ, റൈറ്റ് ഓൺ ദ ക്വസ്റ്റ്യൻ. കൺസ്ട്രക്ട് എ ഷിഫ്റ്റ് റെഡ്യൂസ് പാസർ. Construct a shift reduce ഞാൻ SR എന്നാണ് എഴുതുന്നത്. Construct a shift reduce parser for the given grammar.
ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാം. കൺസ്ട്രക്ട് ദ ഷിഫ്റ്റ് റെഡ്യൂസ് പാർസർ ഫോർ ദ ഫോളോയിങ് ഗ്രാമർ. Explain conflicts present there. Explain the conflict present in this. ഇതാണ് ക്വസ്റ്റ്യൻ. റൈറ്റ്. ഇനി ഗ്രാമർ എഴുതാക്കോ. S derives A, capital A, B, E, and A derives A, B, C, bar B, and B derives D. നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കേണ്ട സ്ട്രിംഗ് ആണ് A, B, B, C, D, E. ഇതാണ് നമ്മുടെ സ്ട്രിംഗ്. Okay. So this is the question. Construct a SR parser for the following grammar. Explain the conflict present in this. Okay. And this is the grammar. Now we know the main conflict present here are, idum kuda onnu note cheyane, conflicts present. ഏതൊക്കെയാണ് കോൺഫ്ലിക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് കോൺഫ്ലിക്റ്റ് ആണത്. അതിന്റെ ഒന്നിന്റെ പേരാണ് ഷിഫ്റ്റ് ബാർ റെഡ്യൂസ് കോൺഫ്ലിക്റ്റ്. റെഡ്യൂസ് ബാർ റെഡ്യൂസ് കോൺഫ്ലിക്റ്റ്. ഓർത്ത് വെച്ചു. ഇതിന്റെ ഡെഫിനേഷൻ ഞാൻ പറഞ്ഞു തരും. ഈ പ്രോബ്ലം തീരുന്നതിനനുസരിച്ച് ഞാൻ ഇതിന്റെ ഡെഫിനേഷൻ പറഞ്ഞുതരാം. നമുക്കിനി ഈ ഗ്രാമറിലേക്ക് വരാം. എന്നിട്ട് എങ്ങനെ ചെയ്യണം എന്ന് നോക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റാക്ക് മീൻസ് ഗ്രാമർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. ഞാനിവിടെ ചെറുങ്ങനെ എഴുതാട്ടോ. S derives small a, capital A, B, E, and A derives capital A, small b, C, bar D, B derives D. So നമ്മൾ SR പാസർ ഡിറൈവ് ചെയ്തെടുക്കാൻ പോവാണ്. ഈ സ്ട്രിങ് വെച്ചിട്ട് പാസ് ചെയ്യാൻ പറ്റുമെന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സാധാരണയായിട്ട് നിങ്ങൾക്കറിയാം, എപ്പോഴും നമ്മുടെ ഇത് വെച്ചിട്ട് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇൻപുട്ട് ബഫർ ഉണ്ടാകും. അതിലാണ് നമ്മുടെ ഇൻപുട്ട് സ്റ്റോർ ചെയ്യുക. സ്റ്റാക്ക് ഉണ്ടാവും, പാർസർ ചെയ്യുന്ന ഓപ്പറേഷൻ, പാർസർ ഓപ്പറേഷൻ. ഞാനൊരു ടേബിൾ വരക്കുന്നു. നമ്മുടെ ഇൻപുട്ട് ഏതാ? നമ്മുടെ ഇൻപുട്ട് ഏതാ തന്നിരിക്കുന്നത്? നമ്മൾ ഇൻപുട്ട് ഏതാ പറയൂ? ഏത് സ്ട്രിംഗാണ് നമ്മൾ പാസ് ചെയ്യേണ്ടത്? ഏതാ? A, B, B, C, D, E. This is the input, right? And normally stack in the bottom represent ചെയ്യാൻ which symbol we will use? We will use a dollar symbol. Clear അല്ലേ? We will use a dollar symbol. ഇതൊരു ഓക്കെ ആണല്ലോ അല്ലേ? നിങ്ങൾക്ക് അറിയുന്ന കാര്യല്ലേ? ഓക്കെ. ഇനിയിപ്പോ ഫസ്റ്റ് ഓപ്പറേഷൻ എന്താ? ഫസ്റ്റ് സിമ്പിൾ ഏതാ? നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് സിമ്പിൾ ഏതാ ഇവിടെ വരിക? ഏതാടാ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഏതാ? എ അല്ലേ? എ അല്ലേ സ്റ്റാർട്ടിങ് സിമ്പിൾ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം തന്നെ എന്ത് ചെയ്യണം? പ്രത്യേകിച്ച് സിമ്പിൾ ഒന്നും സ്റ്റാക്കിലില്ല. സോ വി ഹാവ് ടു ഷിഫ്റ്റ് എ. സോ വാട്ട് ഐ എം ഡൂയിങ് ഈസ് ലൈക്ക് ഐ എം ഷിഫ്റ്റിംഗ് എ. ആഫ്റ്റർ ഷിഫ്റ്റിംഗ് വാട്ട് വിൽ ബി ദെയർ ഇൻ ദ സ്റ്റാക്ക്? ഡോളർ എ ഉണ്ടാവും. ബാക്കിയുള്ള സിമ്പിൾ എന്താ? ബി, ബി, സി, ഡി ആൻഡ് ഇ ഉണ്ടാവും. ക്ലിയർ അല്ലേ? നൗ സി, ഈസ് ദെയർ എനി സിമ്പിൾ വിച്ച് ഈസ് ഡിറൈവിംഗ് എ? ഏതെങ്കിലും ഉണ്ടോ? ഇവിടെ ഏതെങ്കിലും ഉണ്ടോ? ഇതുകൊണ്ട് പറ്റോ? ഇതുകൊണ്ട് പറ്റൂല. There is no symbol which is deriving A. So what we have to do? Again, we have to do the shifting operation of B, right? So what you will do is like you will shift B. After shifting B, what will be there inside the stack? A will be there, B will be there, and rest of the things will be the our input string B, C, D, E. Clear ആണോ മക്കളെ? ഇതുവരെ ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. എന്നെ നിങ്ങൾക്ക് അറിയാം, നോക്കുന്ന സമയത്ത് സ്റ്റാക്കിന്റെ ടോപ്പിൽ ഇപ്പൊ സ്റ്റാക്കിനെ ഞാൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ സ്റ്റാക്ക് ഇപ്പൊ ഇങ്ങനെയുള്ള ഡോളർ സിമ്പിൾ അറ്റ് ദ ബോട്ടം, എ ഉണ്ട്, ബി അറ്റ് ദ ടോപ്പ്. ഇതാണ് ഇപ്പൊ ടോപ്പ് ഓഫ് ദി സ്ട്രിംഗ്.
top of the stack. ഈ ബിനെ ഡിറൈവ് ചെയ്യുന്ന ഏതെങ്കിലും ഇൻപുട്ട് ഉണ്ടോ? ബി ഡിറൈവ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഉണ്ടോ? ഓ ഒരു സെക്കൻഡേ, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇത് ഡി അല്ല, ഇത് ബി ആണ്. മാറ്റി എഴുതുമ്പോൾ തെറ്റിപ്പോകും. അല്ല, നമ്മൾ ഫസ്റ്റ് എഴുതിയ എ ബി സി ബാർ ബി അതന്നെ. നോക്കൂ, ബി ഡിറൈവ് ചെയ്യുന്ന ഒരു സ്ട്രിംഗ് ഉണ്ടല്ലോ, എ ഡിറൈവ്സ് ബി എന്ന് പറയുന്ന ഒരു ഗ്രാമർ ഉണ്ട്. സോ വാട്ട് വി ക്യാൻ ഡു, നമ്മൾ എന്ത് ചെയ്യും? എന്താണ് നെക്സ്റ്റ് ഓപ്പറേഷൻ ഇവിടെ? Tell me fast. You can reduce, right? So what you will do is like you will reduce. Yes, exactly. So reduce, ഏത് rule വെച്ചിട്ട്? Reduce by the rule. Which rule we are using? Reduce A derives B. So what will be there inside the stack? Small a, then capital A will be there, right? And what is there inside the input buffer? B, C, D, E is there, right? Appo any small a capital A ennu paranittu oru string oru grammarum illa, left right oru handlum ivide evideyum present illa, right? So what is the next step? What is the next step? edani edutha step enda? Only one operation left, either shift or reduce, right? Accept error വരാനായിട്ടില്ലല്ലോ. So obviously the operation will be shift B. ഈ B നെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ എന്ത് കിട്ടും സ്റ്റാക്കില്? സ്മോൾ എ, ക്യാപിറ്റൽ എ, സ്മോൾ ബി. What will be there inside the input buffer? C, D and E will be there, right? C, D, E. കണ്ടോ? ഇപ്പൊ സ്റ്റാക്കിൽ എന്താ ഉള്ളത്? സ്മോൾ എ, capital A, B. Clear? Clear ആയോ? ഇനി എന്ത് ചെയ്യണം? What is the next operation present here? Tell me. What is the next operation present here? Capital A is there, small b is there, small b is there. And next symbol is small letter C. Which operation we will do here? Shift operation or reduce operation? Tell me. Roshan, Nitin, Ijaz, Abhinav, Advait, Jesna. പറഞ്ഞേ, എന്ത് ഓപ്പറേഷൻ നമ്മളിവിടെ പെർഫോം ചെയ്യാം? അനഘ, Dilna, come on. Which operation we will do here? First, reduce. So you are telling reduce. How to? Which one to reduce? You are telling reducing B to A, right? B to A. Okay. You are telling like that, right? So you are telling reduce B to A. Is there any other options present here? ഞാനിപ്പോ പറയുവാണ്, നിങ്ങളിപ്പോ എഴുതിയ സ്ട്രിങ് $A ആണുള്ളത്. നിങ്ങൾ പറയുന്നു ബിനെ റെഡ്യൂസ് ചെയ്തിട്ട് A, B, D എന്ന് എഴുതാൻ പറയുന്നു, റൈറ്റ്? ദിസ് ഈസ് ഫസ്റ്റ് ചോയ്സ്. Second choice, my choice is C is already present here as the first input symbol, right? So what I am doing is I am simply shifting that symbol to input buffer A, B, C. Capital A, small letter B, C. Right? So this is a reduce operation. This is a shift operation. So at one stage, you are getting two choices to do. Either you can do a reduce operation or you can do a shift operation. Both the operations are present here. This is actually makes confusions to the compiler. This is known as shift reduce conflict. Clear ayo? So here two choices are present.
That is known as either you can shift or you can reduce. Both are correct, but only one choices will be leading to the successful accept. നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു ചോയ്സ് മാത്രമേ നമുക്ക് അക്സെപ്റ്റിലേക്ക് എത്തുള്ളൂ. ഇതിപ്പം നിങ്ങളിപ്പോ പറഞ്ഞതുപോലെ എ ബി ഡി എന്നിട്ട് കഴിഞ്ഞാല് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ട സ്ട്രിങ് കിട്ടില്ല. കണ്ടോ, നമുക്ക് ഡിറൈവ് ചെയ്യേണ്ട സ്ട്രിങ് ഏതാ? എ സ്മോൾ ലെറ്റർ എ ബി ബി സി ഡി ഇ എന്നാണ്. നമ്മളിപ്പോ ഇവിടെ എ ബി ഡി എന്നിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ സ്ട്രിങ്ങിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല. ബട്ട് at one stage the compiler getting the confusion like either shift or to reduce. That is known as shift to reduce conflict. Clear ayo? Clear ayo? Clear ayo makkale? Parayu. Answer me. Dilna, Neha, Anika, Kirtana, Masna, Nitin Babu. You got it? Okay. Okay. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കേ. ഇനി ഇതിന്റെ അടുത്ത കോൺഫ്ലിക്റ്റ് പറയുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ആവാൻ പാടില്ല. ഓക്കെ ആണോ ഇത്? So how we will define as shift reduce conflict? Every SR parser can reach a configuration knowing the stack and the next input symbol, and we cannot decide whether to shift or reduce. That is known as എഴുതി തരാം. അതായത് ഷിഫ്റ്റ് റെഡ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ every SR parser can reach a configuration നമുക്ക് ഇവിടെ എന്തൊക്കെ അറിയാം? വിനു സ്റ്റാക്ക് അറിയാം, സ്റ്റാക്കിലുള്ള സിമ്പിൾ അറിയാം. പിന്നെ എന്താ അറിയാം? ഇൻപുട്ട് സിമ്പിൾ ഏതാന്നും അറിയാം, അടുത്ത ഇൻപുട്ട് സിമ്പിളും ഏതാന്നും അറിയാം. പക്ഷെ എന്താണ് കണ്ടീഷൻ? വി കനോട്ട് ഡിസൈഡ് വെദർ ടു ഷിഫ്റ്റ് ഓർ റെഡ്യൂസ്. ഷിഫ്റ്റ് ചെയ്യണോ റെഡ്യൂസ് ചെയ്യണോ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. അതാണ് ഷിഫ്റ്റ് റെഡ്യൂസ് കോൺഫ്ലിക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ ആണോ ഇത്? ക്ലിയർ ആയോ? ഇത് കൺസെപ്റ്റ് ക്ലിയർ ആയോ? ശരിക്കും ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? കറക്റ്റ് ഉള്ള ഓപ്പറേഷൻ എന്തായിരിക്കും? നിങ്ങൾ തന്നെ പറ. ഇവിടെ എന്താ ഓപ്പറേഷൻ ചെയ്യേണ്ടത്? ഷിഫ്റ്റ് ഓപ്പറേഷൻ ആണോ റെഡ്യൂസ് ഓപ്പറേഷൻ ആണോ ഇവിടെ ചെയ്യേണ്ടത്? മനസ്സിലായെങ്കിൽ പറയൂ. ഷിഫ്റ്റ് എക്സാക്ട്ലി ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടത് അല്ലേ? എന്നാൽ മാത്രമല്ലേ നമ്മൾ സ്ട്രിങ് കിട്ടും. നോക്കിയാൽ നിങ്ങൾ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ലല്ലോ എന്തായാലും. ഡിയിലേക്ക് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രിങ് എന്തായിരിക്കും ഉണ്ടാവുക? സ്മോൾ എ ക്യാപിറ്റൽ ബി, സ്മോൾ എ ക്യാപിറ്റൽ എ. ഈ ബിക്ക് പകരം എന്തായിരുന്നു നമ്മള്? ക്യാപിറ്റൽ എ എന്ന് എഴുതുക അല്ലെ? അങ്ങനെയല്ലേ വരുമോ? റൈറ്റ്, അങ്ങനെയല്ലേ വരുമോ? ക്ലിയർ? എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം? ഈ എ വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഏതിലേക്ക് റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്പറേഷനും കിട്ടില്ല. റൈറ്റ്? പിന്നെ അടുത്ത സിമ്പിൾ വരുന്നത് എ സി ആണ്. എ സി എന്ന് വെച്ചിട്ട് ഒന്നുപോലും ഇവിടെ ഇല്ല. എ ബി സി മാത്രമേ ഉള്ളൂ, എ സി ഇല്ല. എ സി വന്നു, അടുത്ത ഡി വന്നു, എ സി ഡി ഇല്ല. ഡീനെ നമുക്ക് പിന്നെ ബിയിലേക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എ സി ബി എന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷൻ ഇല്ല. അപ്പൊ എന്തായാലും റെഡ്യൂസ് ഓപ്പറേഷൻ അല്ല ഇവിടെ ചെയ്യേണ്ടത്, അത് ഷിഫ്റ്റ് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടി വരും? ഇവിടെ എ ബി ഷിഫ്റ്റ് ചെയ്യും. റൈറ്റ്? ഷിഫ്റ്റ് സി എന്നിട്ട് ഡി ഇ കിട്ടും. എ ബി സിനെ നിങ്ങൾ എന്ത് ചെയ്യും? എഗെയിൻ റെഡ്യൂസ് ചെയ്തിട്ട് എന്താക്കി എഴുതും? ഞാനിതിപ്പം ഇവിടെ പ്ലേസ് ഇല്ലാത്തതുകൊണ്ട് ഞാനിതിനെ വേറൊരു ഇങ്കിൽ റെപ്രസെന്റ് ചെയ്യണേ. നെക്സ്റ്റ് ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഓപ്പറേഷൻ റെഡ്യൂസ് ഓപ്പറേഷൻ ആണ്. എന്നിട്ട് ഏതിലേക്ക് റെഡ്യൂസ് ചെയ്യും? ക്യാപിറ്റൽ എ. റൈറ്റ്? അടുത്ത സിമ്പിൾ ഏതാ ഉള്ളത്? ഇനി സ്റ്റാക്ക് എങ്ങനെ ഉണ്ടാവും നോക്കി. സ്മോൾ എ
ക്യാപിറ്റൽ എ, അടുത്ത സിമ്പിൾ എന്ന് വെച്ചാൽ ഡി ആണ്, റൈറ്റ്. ഇനി ഡി വന്നു കഴിഞ്ഞാൽ ഡീനെ റെഡ്യൂസ് ചെയ്തിട്ട് ബിയിലേക്ക് നമ്മൾ റെഡ്യൂസ് ചെയ്യാം. സ്മോൾ എ, ക്യാപിറ്റൽ എ, ബി വരും. അടുത്ത പിന്നെ ലാസ്റ്റ് സിമ്പിൾ ഇ ആ ഉണ്ടാവുക. ഇനെ റെഡ്യൂസ് ചെയ്തിട്ട് എ ബി ഇ എന്ന് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എന്താ സക്സസ്ഫുള്ളി എസിലേക്ക് എത്താൻ പറ്റും, റൈറ്റ്? എസിലെത്തിയില്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ സക്സസ്ഫുള്ളി പാസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഇസ് ദാറ്റ് ഓക്കെ? ഇതിന്റെ ബാക്കി നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കൂ. ഇതുവരെ ഞാൻ പറഞ്ഞല്ലോ ഷിഫ്റ്റ് റെഡ്യൂസ് കോൺഫ്ലിക്ട്. ബാക്കി വരിക അടുത്ത ഓപ്പറേഷൻ ഷിഫ്റ്റ് ആണ് വരിക. അത് കഴിഞ്ഞിട്ടുള്ള ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സി കഴിഞ്ഞു ഡീനെ ഷിഫ്റ്റ്, എഗെയിൻ ഒരു ഷിഫ്റ്റ് ഓപ്പറേഷനാണ് വരിക. പിന്നെ റെഡ്യൂസ് വരും, പിന്നെ റെഡ്യൂസാ വരിക. ക്ലിയർ? അപ്പൊ അതാണ് ഷിഫ്റ്റ് റെഡ്യൂസ് കോൺഫ്ലിക്ട്. കണ്ടീഷൻസ് മനസ്സിലായല്ലോ? ആക്ഷൻസ് ഒക്കെ ക്ലിയർ ആയല്ലോ? അടുത്ത പറയാൻ പോകുന്നത് നെക്സ്റ്റ് ഓപ്പറേഷൻ ആണ്. റെഡ്യൂസ് കോൺഫ്ലിക്റ്റിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, റെഡ്യൂസ് കോൺഫ്ലിക്റ്റ്. അപ്പോൾ ഗ്രാമറിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഇസ് ഡിറൈവ്സ്, നേരത്തെ അതന്നെ ചെറിയൊരു ചേഞ്ച്. എ ഡിറൈവ്സ് ബി ഇ ബാർ ബി ആൻഡ് എ ഡിറൈവ്സ് ക്യാപിറ്റൽ എ ബി സി ബാർ ബി ആൻഡ് ബി ഡിറൈവ്സ് ഡി. അപ്പോൾ ഇതെന്ന് വെച്ചാൽ എ ബി ബി സി ഡി ഇതാണ് സ്ട്രിങ്, റൈറ്റ്? അപ്പൊ നമുക്ക് തുടങ്ങിക്കൂടെ? ഏതാ നമ്മുടെ സെയിം നേരത്തെ പോലെ തന്നെ വരക്കുക. അതെന്താ? ഇൻപുട്ട് സിമ്പിൾ or input buffer എന്ന് എഴുതുക. സ്റ്റാക്ക് പാർസർ ഓപ്പറേഷൻ വായിക്കാൻ പറ്റുന്നില്ല. ഇൻപുട്ട് സിമ്പിൾ സ്റ്റാക്ക് പാർസർ ഓപ്പറേഷൻ. ഇനീഷ്യലി സ്റ്റാക്ക് is empty. Our input buffer is A, B, B, C and D, E. Right? ആദ്യത്തെ ഓപ്പറേഷൻസ് പ്രകാരം എന്താ ചെയ്യുക? Which is the first operations present here? എന്തായിരിക്കും ഇവിടെ ഫസ്റ്റിലത്തെ ഓപ്പറേഷൻ? അറിയൂ. ആദ്യം ചെയ്യുന്ന ഓപ്പറേഷൻ എന്താ? സ്റ്റാക്ക് എംപ്റ്റി അല്ലേ? സ്റ്റാക്കിൽ പ്രത്യേകിച്ച് സിമ്പിൾ ഒന്നുമില്ല. നോക്കൂ, സ്റ്റാക്ക് ഇതാണ്. സ്റ്റാക്കിൽ എംപ്റ്റി. എന്തെങ്കിലും ഒന്ന് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ സ്റ്റാക്കിൽ എന്തെങ്കിലും വരണ്ടേ? Some condition should be there, right? So obviously the operation will be, for sure it is shift operation. So I'm shifting A. So stack will contain $A and input symbol will be BCCDE. What is the next operation? Tell me. Which is the next operation? Kirtana, Roshan, Sarang, Shirona, Shraddha, Vaishnavi, Anchita, Sahala. Kare makale? Shift B. Okay. Shift B. അടുത്ത ഓപ്പറേഷൻ എന്താ സഹല? പറയൂ. ഷിഫ്റ്റ് എ ചെയ്തു, ഷിഫ്റ്റ് ബി ചെയ്തു. ഓക്കെ, ഷിഫ്റ്റ് ബി ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാക്ക് വിൽ ബി എ ബി ബി സി ഡി ഇ കിട്ടി. ഇനിയും അടുത്തതോ? അടുത്ത എന്താ? ഒരു നെക്സ്റ്റ് ഓപ്പറേഷൻ. പറയൂ. നിങ്ങൾ പറയാണ്ട് ഞാൻ മുന്നോട്ടേക്ക് പോവില്ല. നിങ്ങൾ തന്നെ യു ഹാവ് ടു ആൻസർ ഇറ്റ്. അനഘ, അഖിൽ, റെഡ്യൂസ് ബി. ഓക്കെ, റെഡ്യൂസ് ബി. നൗ മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ബിനെ എങ്ങോട്ടേക്ക് റെഡ്യൂസ് ചെയ്യണം? നോക്കൂ, ബി ഈസ് ഹാവിംഗ് ടു ഓപ്ഷൻസ്. അത് ഏതൊക്കെ സിമ്പിളാ? എ ഡിറൈവ്സ് ബി ഉണ്ട്, എസ് ഡിറൈവ്സ് ബി ഉണ്ട്. There are two options. And how I'll reduce B, or to which symbol I'll reduce B? B ne engotteke reduce cheyanam? Sorry, engotteke reduce cheyanam? So you are getting the confusion, right? Now you are facing the confusions like, if A derives B and S derives B, there are two choices to do the reduction in the case of B.
So which option we will choose? Right? You are getting the confusion, right? മനസ്സിലാവുന്നില്ലേ? അങ്ങനെ ഒന്നും നിങ്ങൾക്ക് അങ്ങനെ തോന്നില്ലേ? ഏതിലേക്ക് റെഡ്യൂസ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? Exactly. That is known as reduce conflict. ഇതിനെ പറയുന്ന പേരാണ് reduce conflict. അതായത് റെഡ്യൂസ് ചെയ്യാൻ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടാകുമ്പോൾ ഏതിലേക്ക് റെഡ്യൂസ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ കമ്പൈലറിനും ഫീൽ ചെയ്യും. ദാറ്റ് ഈസ് നോൺ ആസ് reduce conflict in the case of SR parser. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതുപോലെ തന്നെ reduce conflictനും പറയും. Every SR parser can reach a configuration knowing the stack and input symbol, and we cannot decide which option has to be choose to reduce that symbol. ഏതിലേക്ക് റെഡ്യൂസ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഫീൽ ചെയ്യും. അതിനാണ് നമ്മൾ പറയുന്ന പേരാണ് reduce conflict. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? പറയൂ. ഓക്കെ ആണോ? ഓക്കെ, വെരി ഗുഡ്. ശരി, അപ്പോ നമുക്ക് എന്ത് ചെയ്യണം? വി ഹാവ് ടു അവോയ്ഡ് ദിസ്, റൈറ്റ്? Anyway, we have to avoid this kind of conflict. Otherwise, parser can't work properly. So we need a solution for avoiding this kind of conflict. Either shift reduce conflict or reduce conflict. ഇത് രണ്ടും ആയിക്കോട്ടെ, ഇത് രണ്ടും അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു സൊല്യൂഷൻ എന്തായാലും വേണം. അപ്പൊ reduce conflict മനസ്സിലായല്ലോ. എ ബി ബി, ഈ ബിനെ ഒന്നുകിൽ ഏതോ ഒരു ഓപ്ഷൻ, അടുത്ത ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ യു ക്യാൻ ഡു എ ബി എ എന്ന് റെഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ യു ക്യാൻ റെഡ്യൂസ് എ ബി എസ് എന്ന് റെഡ്യൂസ് ചെയ്യാം. ബോത്ത് ദീസ് ആർ കറക്റ്റ് because A derives B ആണ്, S derives B ആണ്. Both are correct, but only one choice will be right while deriving this. അല്ലേ? ഒന്ന് മാത്രമേ എന്തായാലും കറക്റ്റ് ആയിരിക്കുള്ളൂ. അപ്പൊ അത് ഏതാണെന്ന് കമ്പൈലറിന് മനസ്സിലാക്കണം, റൈറ്റ്? ഇങ്ങനെ വരുന്ന സിറ്റുവേഷൻ നമ്മൾ പറയുന്ന പേര് reduce conflict. ഇനി ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. നമുക്കിപ്പോ തന്നിരിക്കുന്ന സ്ട്രിങ് ഏതാ? ഈ തന്നിരിക്കുന്ന ഗ്രാമർ ഞാൻ ഒന്നുകൂടെ എഴുതുവാണേ. ഇപ്പൊ തന്നിരിക്കുന്ന ഗ്രാമർ ഇതാണ്. S derives small a capital B E, A derives A B C bar B, and B derives D. ഇതല്ലേ നേരത്തെ തന്ന ഗ്രാമർ? A B E, A B C bar B, B derives D. ഓക്കെ, എന്നുള്ളൊരു B ഉണ്ട്. നമുക്ക് തന്നിരിക്കുന്ന സ്ട്രിങ് ഏതാ? എ ബി ബി സി ഡി ഇ എഴുതാം. ഇനി ഇതിന്റെ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ എഴുതിയേ. റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ എങ്ങനെ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ വരിക? തന്നിരിക്കുന്ന സ്ട്രിങ്ങിന്റെ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ പറഞ്ഞു നിങ്ങൾ. പറയാം, എങ്ങനെ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ എഴുതാം? എ എ ബി ഇ. ഇതിലേതാ റൈറ്റ് മോസ്റ്റ് സിമ്പിൾ? ഇതല്ലേ റൈറ്റ് മോസ്റ്റ് എന്ന് വെച്ചാൽ ഇ ആണ് വേണ്ടത്. ഈ ഒരു ടെർമിനൽ ആണ്. അപ്പൊ ഞാൻ നെക്സ്റ്റ് കൺസിഡർ ക്യാപിറ്റൽ ബി ആണ്, അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? സ്മോൾ എ ക്യാപിറ്റൽ എ. ബിനെ ഏതിലേക്ക് റെഡ്യൂസ് ചെയ്യും? ബിനെ ടിയിലേക്ക് റെഡ്യൂസ് ചെയ്തൂടെ? എ ബി ഇ. അടുത്തതിലോ? അടുത്ത റൈറ്റ് മോസ്റ്റ് സിമ്പിൾ ഏതാ? എ. എക്ക് പകരം ഞാൻ ഏത് സബ്സ്റ്റിറ്റ്യൂഷൻ എഴുതുന്നു? എ ഡിറൈവ്സ് എ ബി സി എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ. സോ എ ബി സി ഡി ഇ, റൈറ്റ്? ഇനി എന്താ ഉള്ളത്? ഇനിയുള്ള റൈറ്റ് മോസ്റ്റ് സിമ്പിൾ ഏതാ? ഇ എ. അപ്പൊ ഞാൻ അതിന് പകരം റെഡ്യൂസ് ചെയ്തിട്ട് എ ഡിറൈവ്സ് ബി എഴുതുന്നു. എ ബി ബി സി ഡി ഇ. ഇതല്ലേ നമുക്ക് കിട്ടുന്ന സ്ട്രിങ്? എ ബി ബി സി ഡി ഇ അല്ലേ നമുക്ക് കിട്ടേണ്ട സ്ട്രിങ്? സോ യു ഗെറ്റിംഗ് ദി സ്ട്രിങ്, റൈറ്റ്? അപ്പൊ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടിയല്ലോ. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ വെച്ചിട്ട് നേരത്തെ അതേ ഓപ്പറേഷൻ ഇൻപുട്ട് സ്റ്റാക്ക് ഓപ്പറേഷൻ എഴുതുവാണ്. നോക്കൂ, നമ്മുടെ ഇൻപുട്ട് എന്താ? എ ബി ബി സി ഡി ഇ ആണ്. ആദ്യത്തെ ഓപ്പറേഷൻ നിങ്ങൾക്ക് അറിയാം, ഷിഫ്റ്റ് എ ആണ്. സോ ഷിഫ്റ്റിംഗ് എ. ബി ബി സി ഡി ഇ വന്നു.
$A വന്നു. അടുത്തത് ഷിഫ്റ്റ് ബി ആണ്. നിങ്ങൾക്കറിയാം BCDE $AB. ഇതുവരെ നമ്മൾ ഇവിടെയാണല്ലോ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. ഇവിടെയല്ലേ നമുക്ക് റെഡ്യൂസ് കോൺഫ്ലിക്റ്റ് വന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് തന്നിരിക്കുന്ന നമ്മൾ എപ്പോഴും അറിയാം SR പാസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്. റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഇൻ റിവേഴ്സ് ആണ് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്നത് നമുക്കറിയാം. റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഇൻ റിവേഴ്സ് അല്ലേ. അപ്പോ നമുക്ക് തന്നിരിക്കുന്ന സ്ട്രിങ്ങിന്റെ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഇതാണ്. ഇതിന്റെ റിവേഴ്സ് ഓപ്പറേഷൻ നോക്കൂ നിങ്ങൾ. റിവേഴ്സ് ഓപ്പറേഷനിൽ എന്താ വരുന്നത്? നമുക്ക് ആദ്യം കിട്ടുന്ന നമ്മുടെ ലീഫ് സിമ്പിൾ. ഓക്കെ, അതിന്റെ തൊട്ട് മുകളിലത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്? ഏതിലേക്ക് റെഡ്യൂസ് ചെയ്തിട്ടുള്ളത്? ഇവിടെ നമ്മൾ ഏതാ റെഡ്യൂസ് ചെയ്തത്? ഈ എനെ ബി വെച്ചിട്ട് ഈ എ ഡിറൈവ്സ് ബി എന്ന് പറയുന്ന റൂൾ അല്ലേ ഇവിടെ യൂസ് ചെയ്തത്. ഈ എനെ ബിയിലേക്ക് റെഡ്യൂസ് ചെയ്യല്ലേ ചെയ്തത്. റൈറ്റ്, ഇവിടെ യൂസ് ചെയ്ത് റിഡക്ഷൻ ഏതാ? എ ഡിറൈവ്സ് ബി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെയും BCD ആണ് നമ്മുടെ സ്ട്രിങ് ഉള്ളത്. BCD ഇവിടെയും ഡോളർ വേണേ, ഇതിന്റെ എൻഡിലും ഡോളർ വേണം. BCDE വരും. ഞാൻ എന്ത് ചെയ്യും? റെഡ്യൂസ് ബൈ റൂൾ. ഏത് റൂള് യൂസ് ചെയ്ത? റൂൾ ഏതാ നോക്കൂ. എ ഡിറൈവ്സ് ബി. നമ്മൾ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷന് നെക്സ്റ്റ് ഓപ്പോസിറ്റ് എടുക്കുക. എന്നിട്ട് ഏത് റൂൾ വെച്ചിട്ടാണോ നമ്മൾ റെഡ്യൂസ് ചെയ്ത് അതേ റൂൾ ഇവിടെയും യൂസ് ചെയ്യുക. ഇനി നോക്കൂ, സ്റ്റാക്കിൽ എന്താ ഉണ്ടാവുക? സ്മോൾ എ ക്യാപിറ്റൽ എ ഉണ്ടാവും. റൈറ്റ്, സ്മോൾ എ ക്യാപിറ്റൽ എ. ബാക്കിയുള്ള സ്ട്രിങ്ങിൽ എന്താ ഉണ്ടാവുക? BCDE ഉണ്ടാവും. ഡോളർ ഇതാണ് ഉള്ളത് അല്ലേ. ഇനി നോക്കുക അടുത്ത സിമ്പിളിന്റെ കേസിൽ, അതായത് നമ്മൾ അടുത്ത കേസിൽ ഏതിനെയാണ് നമ്മൾ റെഡ്യൂസ് ചെയ്തത്? ഇവിടെ യൂസ് ചെയ്ത റൂൾ ഏതാ? ഈ എനെ ABCനെ മൊത്തത്തിൽ എയിലേക്ക് റെഡ്യൂസ് ചെയ്യല്ലേ ചെയ്തത്. അതായത് ABC വന്നിരിക്കുന്ന സാധനത്തിനെ എയിലേക്ക് റെഡ്യൂസ് ചെയ്യല്ലേ നോക്കുക. റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ നോക്കുന്ന സമയത്ത് ഈ എനെ ABC ആക്കുമല്ലേ ചെയ്തത്. അപ്പോൾ എ ഡിറൈവ്സ് ABC അല്ലേ ഇവിടുത്തെ റൂള്. അപ്പോൾ ഇവിടെ ABC വരുന്നവരെ നമുക്ക് എന്തായാലും ഷിഫ്റ്റ് ചെയ്യുന്ന വേണ്ടി വരും. അതായത് ഇവിടെ ABC വരുന്നത് വരെ ഷിഫ്റ്റ് തന്നെ ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അടുത്ത കേസിൽ ബിനെ ഷിഫ്റ്റ് ചെയ്യും. ഷിഫ്റ്റ് ബി. അപ്പൊ ഇവിടെ CDE ഡോളർ ഉണ്ടാവും, ഇവിടെ ബി വരും. ABC ആയോ? ഇല്ല. Again you will do the shift operation. Shift C. ഇവിടെ എന്ത് കിട്ടും? $ABC. ഇത് കിട്ടിയല്ലോ. ABC കിട്ടി. ABC കിട്ടി ഏതിലേക്ക് റെഡ്യൂസ് ചെയ്യുക? എയിലേക്ക് റെഡ്യൂസ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഉണ്ട്. അപ്പൊ ഇനി അടുത്ത ഓപ്പറേഷൻ നിങ്ങൾ എന്ത് ചെയ്യും? റെഡ്യൂസ് ബൈ റൂൾ എ ഡിറൈവ്സ് ABC. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ ഇതിനെ റെഡ്യൂസ് ചെയ്തിട്ട് ക്യാപിറ്റൽ എന്ന് എഴുതും. BE. നോക്കൂ, ഇനി റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ നമ്മൾ അടുത്ത റിഡക്ഷൻ ഏതായിരുന്നു? B ഡിറൈവ്സ് D ആയിരുന്നു അല്ലെ. ബിനെ ഡിയിലേക്ക് റെഡ്യൂസ് ചെയ്യല്ലേ ചെയ്തത്. ഓക്കെ, അടുത്ത കേസിൽ D വരുന്നത് വരെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം. നോക്കൂ, ഇനി അടുത്തത് ഷിഫ്റ്റ് ആണല്ലോ. ഷിഫ്റ്റ് D. ഷിഫ്റ്റ് D എന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? A D എന്ന് കിട്ടും. ഈ ഡിയെ നിങ്ങൾ എന്ത് ചെയ്യും? എങ്ങോട്ടേക്ക് റെഡ്യൂസ് ചെയ്യും? ഞാനിപ്പോൾ ടോപ്പിൽ എഴുതുവാണേ. സ്മോൾ എ ക്യാപിറ്റൽ എ, ഈ ഡിക്ക് പകരം ബി എഴുതും. ഇനി അടുത്ത ഓപ്പറേഷൻ എന്താ? ഇനി നിങ്ങൾക്ക് ഷിഫ്റ്റ് റെഡ്യൂസ് ഓപ്പറേഷൻ ഒന്നും വരുന്നില്ല, നിങ്ങൾ എസിലേക്ക് എത്താനായി. അപ്പോൾ ബാക്കിയുള്ള സിമ്പിളൊക്കെ എന്തായാലും ഷിഫ്റ്റിലേക്ക് സ്റ്റാക്കിലേക്ക് ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരിക. അപ്പൊ ഈനെ നിങ്ങൾ അഗെയിൻ ഷിഫ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് എന്ത് കിട്ടും? സ്മോൾ എ ക്യാപിറ്റൽ എ BE എന്ന് കിട്ടും. ഇതിന് നിങ്ങൾക്ക് ഏതിലേക്ക് റെഡ്യൂസ് ചെയ്യാം? എസിലേക്ക് റെഡ്യൂസ് ചെയ്യാം. സോ ഇറ്റ് ഈസ് അക്സെപ്റ്റഡ്. ക്ലിയർ ആയോ? പറഞ്ഞത് ക്ലിയർ ആയോ? കീർത്തന, മസ്ന, അനക, ജസ്ന, നിതിൻ ബാബു, നേഹ, ഇജാസ്, റോഷൻ, സാരംഗ്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ റെഡ്യൂസ് കോൺഫ്ലിക്റ്റോ ഷിഫ്റ്റ് റെഡ്യൂസ് കോൺഫ്ലിക്റ്റോ വന്നു കഴിഞ്ഞാൽ ഇതിനെ സോൾവ് ചെയ്യാം. അപ്പൊ എന്താ ചെയ്തത്? നിങ്ങൾ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഇൻ റിവേഴ്സ് എടുത്തു. എന്നിട്ട് ഏത് വെച്ചിട്ടാണോ നമ്മൾ റെഡ്യൂസ് ചെയ്തത് ആ റൂൾ വരുമ്പോൾ മാത്രം, അത്രയും സിമ്പിൾ വരുമ്പോൾ മാത്രം റെഡ്യൂസ് ഓപ്പറേഷൻ എടുക്കുക.
ബാക്കിയുള്ള എല്ലാ ഓപ്പറേഷൻസിലും ഷിഫ്റ്റ് മാത്രം ചെയ്യാം. So this is how we are reducing the conflict in the case of shift reduce conflict. അപ്പോൾ ഷിഫ്റ്റ് റെഡ്യൂസിന്റെയും റെഡ്യൂസിന്റെ ഡെഫിനേഷൻ അറിയാലോ നിങ്ങൾക്ക്. എന്തായിരുന്നു ഷിഫ്റ്റ് റെഡ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഷിഫ്റ്റ് ചെയ്യണോ റെഡ്യൂസ് ചെയ്യണോ എന്നറിയില്ല. ഇനി റെഡ്യൂസ് പറയുകയാണെങ്കിലോ ഇനി റെഡ്യൂസിനെ ഡിഫൈൻ ചെയ്യുക. അതായത് നമ്മളൊരു സിറ്റുവേഷൻ, അതായത് every SR parser can reach a configuration knowing the input symbol and knowing the entire stack and the next key input symbol. നമുക്ക് അടുത്ത വരാൻ പോകുന്ന സിമ്പിളും അറിയാം, but we cannot decide which operation has to be done. So several reductions are present, and so we are in a confusion to do that. That is known as reduce. Okay. So I hope all of you are clear with these ideas. So I'll stop here. Rest of the things will continue next class. Okay. ഒന്ന് പെട്ടെന്ന് അറ്റൻഡൻസ് പറഞ്ഞേ.